ഹായ് എവരിവൺ, വെൽക്കം ടു ദ ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വളരെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ ദോശയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റവ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് റവയാണ്. നമ്മൾ ഉപ്മാവിനൊക്കെ എടുക്കുന്ന സെയിം റവയാണ്. പിന്നെ എടുത്തേക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിന് അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അതേ അരിപ്പൊടി. പിന്നെ എടുത്തേക്കുന്നത് 1/4 കപ്പ് മൈദയാണ്. എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈര്. തൈരില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പുളിപ്പിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ചെറിയൊരു സവാള അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതാണ്. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ഇടാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ കട്ട പിടിച്ചിങ്ങനെ വരും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആകെ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനുള്ള തിന്നായിട്ടുള്ള ബാറ്ററാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് 15 മിനിറ്റ് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ആവശ്യമാണെങ്കിൽ വീണ്ടും വെള്ളം ഒഴിക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാൻ മാവ് കുറച്ചും കൂടി കുറുകിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആകെ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം തവ നല്ല ചൂടായിട്ടുണ്ട്. തവ നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്കിത് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. റവ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം. അതായത് ഈ ഗോൾഡൻ കളർ ആകണം വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റവ ദോശ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടില്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റവ ദോശ ഉണ്ടാക്കാൻ കഴിയും. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അടുത്തും അതുപോലെ തന്നെ ഉണ്ടാക്കാം. മാവ് കട്ടിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല ക്രിസ്പിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.